പിണറായി കാർഷിക കർമ്മസേന 2013 കർമ്മനിരതരായ 9 വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കർമ്മസേനയുടെ മുതൽക്കൂട്ട് ഇന്ന് 80 ലക്ഷത്തിന് മുകളിലായതിന്റെ ഒരു ബൃഹത് സംരംഭമായി മാറിയിരിക്കുന്നതിന്റെ പിന്നിൽ സേവന സന്നദ്ധതയും അർപ്പണ മനോഭാവവും മാത്രമാണ്. കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് RATTCയുടെ നേതൃത്വത്തിൽ 3 വനിതകൾക്ക് കാർഷിക യന്ത്ര പരിശീലനം നൽകുകയുണ്ടായി. തരിശായി കിടന്ന പിണറായി പഞ്ചായത്തിലെ 80ഓളം ഹെക്ടർ സ്ഥലവും സമീപ പഞ്ചായത്തുകളിലെ 17 ഹെക്ടർ സ്ഥലവും ഹരിതാപമാക്കാൻ കർമ്മസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വർഷം തോറും പിണറായി പഞ്ചായത്തിലെ 20 ഹെക്ടർ നിലവും സമീപ പഞ്ചായത്തിലെ കൃഷിസ്ഥലവും നിലമൊരുക്കുന്ന പ്രവൃത്തിയിലും കർമ്മസേന ഏർപ്പെട്ടുകൊണ്ട് ഈ മേഖലയിലെ തൊഴിൽ ക്ഷാമം പരിഹരിച്ചിട്ടുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ബ്രഷ് കട്ടർ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിക്കുകയും ടില്ലർ ഉപയോഗിച്ചുകൊണ്ട് നിലമൊരുക്കി നെൽകൃഷി ചെയ്ത് അവയ്ക്ക് വേണ്ട മരുന്ന് കഴിക്കുകയും തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നെൽകൃഷിയെ ഒരു പരിധിവരെ കർഷകരെ ഈ രംഗത്ത് പിടിച്ചു നിർത്താൻ കർമ്മസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പോഷകത്തിന്റെ വിതരണം, ഗുണനിലവാരമുള്ള വാഴക്കണ വിതരണം, ഉഴുന്ന്, മുതിര തുടങ്ങിയ പയർവിത്ത് വിതരണം തുടങ്ങിയവയിലും കർമ്മസേനയുടെ കൈകൾ ചെന്നെത്തിയിട്ടുണ്ട്. പിണറായി കാർഷിക കർമ്മസേനയുടെ നൂതനമായ ഒരു കാൽവെപ്പാണ് 2024 ഒക്ടോബർ 6 ബഹുകൃഷിവകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർ ഉദ്ഘാടനം നിർവഹിച്ച ജൈവവള നിർമ്മാണ യൂണിറ്റ്. നമ്മുടെ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തിലെയും ക്ഷീര കർഷകരുടെ ചാണകം വീടുകളിൽ ചെന്ന് ശേഖരിച്ച് സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ച് ട്രൈക്കോഡർമയും വേപ്പുമുണ്ണാക്കും ചേർത്ത് സമ്പുഷ്ടീകരിച്ച് പഞ്ചായത്തിലെ 26,000 തെങ്ങുകൾക്ക് ഗുണനിലവാരമുള്ള ജൈവവളം വിതരണം ചെയ്യുകയും അതുവഴി നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാധിച്ചത് കാർഷിക കർമ്മസേനയുടെ പ്രവൃത്തിയുടെ ഒരു പൊൻതൂവലാണ്. കൂടാതെ പച്ചക്കറി കൃഷിക്ക് വളർച്ചാത്വരകമായി ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, കീടരോഗ നിയന്ത്രണത്തിനായി വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, ഹരിത കഷായം എന്നിവയും കർമ്മസേന വിതരണം ചെയ്യുന്നുണ്ട്. ഗുണനിലവാരമുള്ള ജൈവവളങ്ങൾ കർഷകരുടെ കയ്യെത്തും ദൂരത്ത് എത്തിക്കുന്നതിനായി ഒരു മണ്ണിര കമ്പോസ്റ്റ് കൂടി കർമ്മസേനയുടെ മുതൽക്കൂട്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 ബഹുകൃഷിവകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച മിനി പോർട്ടബിൾ മഴമറ കർമ്മസേനയുടെ കർമ്മവീഥിയിലെ മറ്റൊരു നാഴികക്കല്ലാണ്. ഇതുമൂലം സ്ഥലപരിമിതി ഉള്ളവർക്കും തങ്ങളുടെ വീട്ടുമുറ്റത്ത് തങ്ങൾക്കാവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പിണറായി കാർഷിക കർമ്മസേനയുടെ 9 വനിതകൾക്ക് സാധിച്ചു. സേവന മേഖലയിലുള്ള കൃഷിക്കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങിയ ഈ സംരംഭം ഇന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിൽ ഹരിതാപമാക്കി ഹരിത കഞ്ചുകം അണിയിച്ചുകൊണ്ട് കർമ്മപാത തുടരുകയാണ്. നമ്മുടെ പിണറായി കൃഷിഭവൻ്റെ കീഴിൽ കാർഷിക കർമ്മസേന എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് 20 ഏക്കർ നെൽകൃഷി. അത് തരിശായി കിടക്കുന്ന നെൽകൃഷിയിൽ വയലിലേക്ക് നെൽകൃഷി ഒരുക്കലാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളൊരു പ്രവൃത്തി. ഇതിൻ്റെ അകത്ത് നെല്ലിട്ടുകൊണ്ട് ട്രേയിൽ വിത്തിട്ട് വാങ്ങി മുളപ്പിച്ച് അത് മിഷനിൽ വെച്ചിട്ട് നടുന്നൊരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് കട്ടർ ഉപയോഗിച്ചിട്ട് പാട് വയ്ക്കുന്നുണ്ട്, ടില്ലർ ഉപയോഗിച്ചിട്ട് നിലം ഒഴുകുന്നുണ്ട്. പിന്നെ നമുക്കൊരു ജൈവവള നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വളങ്ങൾ ഉണ്ടാക്കി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മഴമറ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ആ മഴമറേനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണയുള്ള മഴമറേനേക്കാൾ വ്യത്യസ്തമാണ്. അതെന്ന് വെച്ചാൽ സാധാരണ മഴമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്തതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂവിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഉള്ളത്. അത് സ്ക്രൂ വെച്ചിട്ട് ഊരിയെടുക്കാനും വേണ്ടാത്ത സമയത്ത് അഴിച്ചെടുത്ത് നമുക്ക് സൈഡിലാക്കി മാറ്റി വെക്കാം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് അത്. ടെറസിൽ വേണമെങ്കിൽ ടെറസിൽ വെക്കാം, മുറ്റത്ത് വേണമെങ്കിൽ മുറ്റത്ത് വെക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. എളുപ്പത്തിൽ കൊണ്ടുപോയിട്ട് ഒരു 2 പേർക്ക് കൂടി ഫിറ്റാക്കാൻ പറ്റുന്നൊരു സംരംഭമാണ് അത്. ഒമ്പത് പെണ്ണുങ്ങളാണ് നമ്മൾ കാർഷിക കർമ്മസേനയിലെ. ഒരു സൂപ്പർവൈസറും 8 അംഗങ്ങളും. പിന്നെ നമ്മൾ ടില്ലർ, ബ്രഷ് കട്ടർ, എല്ലാ ഗാർഡൻ ടില്ലർ എല്ലാ മെഷീനും ഉപയോഗിക്കും. ഏത് സ്ഥലത്ത് വിളിച്ചാലും നമ്മൾ
പോയിട്ട് പണി ചെയ്ത് കൊടുക്കും. ഇപ്പം ഇത് ഇവിടെ 20 ഏക്കർ സ്ഥലത്ത് ഇവർ നെല്ല് വിത്ത് ഇതെല്ലാം ട്രെയിലാക്കിയിട്ട് ശരിയാക്കി നമ്മൾ തന്നെ നട്ട് മിഷൻ വെച്ചിട്ട് നടന്ന് ലാസ്റ്റ് കൊയ്യുന്നവരെയും നമ്മൾ തന്നെയാണ്. പിണറായി കാർഷിക കർമ്മസേന.